ഒരാളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് കുടുംബം ഉണ്ടാവുമ്പോഴാണ്. അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മക്കൾ ഉണ്ടാവുക എന്ന കാര്യം. മക്കളോട് പിതാവിനേക്കാൾ അടുപ്പവും അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ആവുന്നത് അമ്മമാർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കെല്ലാം അറിവ് വന്ന കാലം തൊട്ട് തന്നെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചു പിഴയാത്ത അമ്മമാർ ഇല്ല എന്ന് തന്നെ പറയാം. ഭർത്താവിനോടുള്ള വൈരാഗ്യത്തിന് പുറത്ത്, അല്ലെങ്കിൽ കാമുകനൊപ്പം പോവാൻ വേണ്ടിയൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നെടുക്കുന്ന അമ്മമാരുടെ വാർത്തകൾ ഇന്നൊരു സ്ഥിരം സംഭവമാണ്. അങ്ങേയറ്റം മനസാക്ഷിയെ കുത്തിനോവിക്കുന്ന ഈ ഒരു പരമ്പരയുടെ അവസാനത്തെ ന്യൂസ് കോഴിക്കോട് നിന്നാണ്. പിഞ്ചു സഹോദരങ്ങൾ വർഷങ്ങളുടെ ഇടവേളയിൽ ഒരേ രീതിയിൽ മരിച്ചതിന്റെ ആഘാതത്തിലാണ് കോഴിക്കോട് പൊക്കുന്ന് നിവാസികൾ. മൂത്ത സഹോദരൻ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചതിന് 2 വർഷത്തിന് ശേഷം ഇളയ കുഞ്ഞ് തൊണ്ടയിൽ അടപ്പ് കുരുങ്ങി മരണപ്പെട്ടതോടെ പിതാവിന് തോന്നിയ സംശയത്തിന് പുറത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദ ആണ് ഇന്നലെ രാത്രി അസ്വാഭാവികമായി മരിച്ചത്. കുഞ്ഞിന് 8 മാസം മാത്രമായിരുന്നു പ്രായം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിട്ട കുഞ്ഞിനെ വീട്ടുകാർ ആദ്യം കോട്ടപ്പറമ്പിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 വർഷം മുമ്പ് നിസാറിന്റെ മൂത്ത മകനും സമാനമായ രീതിയിൽ മരിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ. കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കും മാതാപിതാക്കൾക്കുമെതിരെ യുവതിയുടെ ഭർത്താവ് നിസാർ ആണ് 2 കുട്ടികളുടെയും മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. 2 കുഞ്ഞുങ്ങളും ഭാര്യ വീട്ടിൽ വെച്ചാണ് മരിച്ചത്. 14 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് മൂത്ത കുഞ്ഞ് മരിച്ചത്. അന്ന് തൊണ്ടയിൽ മുലപ്പാൽ കുരുങ്ങി മരിച്ചെന്നാണ് ഭാര്യ വീട്ടുകാർ പറഞ്ഞത്. 2 കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ മരിച്ചതോടെയാണ് സംശയം തോന്നിയ പിതാവ് പോലീസിൽ പരാതി നൽകിയത്. കുഞ്ഞിന് അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭാര്യ വീട്ടുകാർ തയ്യാറായിരുന്നില്ലെന്ന് നിസാർ ആരോപിക്കുന്നു. നേരത്തെ ഇളയ കുഞ്ഞ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പിതാവ് ആരോപിക്കുന്നു. അന്നും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഭാര്യ വീട്ടുകാർ വൈകിപ്പിച്ചതായും നിസാർ ആരോപിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണോ എന്നാണ് സംശയം. കളിച്ചിരികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇവർക്ക് ഇങ്ങനെ ക്രൂരത ചെയ്യാൻ തോന്നുന്നത്? കുട്ടികളെ പോറ്റാനും അതിലെ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും പറ്റാത്തവർക്ക് ഉപയോഗിക്കാൻ നാട്ടിൽ എന്തൊക്കെ ഗർഭനിരോധന മാർഗങ്ങളുണ്ട്? പ്രസവിച്ചിട്ട് കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നത്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇപ്പോഴും നേർച്ചയും വഴിപാടുമായി നടക്കുന്ന നിരവധി സ്ത്രീകളുള്ള നാട്ടിലാണ് സ്വന്തം കുഞ്ഞിനെ ഇത്തരം ക്രൂരമായി കൊല്ലുന്ന അമ്മമാരുള്ളത്. എന്തൊരു വിരോധാഭാസമാണിത്! ഇവർക്കൊക്കെ എന്നാണ് ഇനി നേരം വെളുക്കുന്നത്?